ഹായ് കാശ് ഞാൻ ലാസ്റ്റ് ദിവസമാണ്. അതെന്താ ലാസ്റ്റ് ദിവസം ഇനി സ്കൂളിലേക്ക് പോകാൻ പോണേ? വലിയ സ്കൂളിലേക്ക്. ഹലോ ഗായ്സ്, ഇന്ന് വാവയുടെ ലാസ്റ്റ് ദിവസമാണ് പ്ലേ സ്കൂളിൽ. അവളിപ്പോൾ അവിടെ പോയി തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷവും 2 മാസമായിട്ടാണ്. നല്ല അടിപൊളി സ്കൂളായിരുന്നു. ചാലക്കുടിയിലായിരുന്നു. നമ്മൾ അവിടെ LKG-യിലേക്ക്. ടീച്ചറും കൂടി ഉണ്ട്. ആ ടീച്ചറും കൂടി പഠിപ്പിക്കാൻ സ്ലേറ്റൊക്കെ തരുന്നുണ്ട്. ദീപ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ? ഒരൊക്കെ മിസ് ചെയ്യോ? ഇവരൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇനി പുതിയ സ്കൂളിൽ അവരൊക്കെ വേറെ സ്കൂളിലാണ്, വേറെ സ്കൂളിലാണ്. ബാഗ് എടുക്കല്ലേ? ബാഗ് വലിയ പശു പൂച്ച സാറ് എന്തെങ്കിലും പൂച്ച സാറാണ് പേര്. സിപ്പ അപ്പൊ ഇന്നും നമ്മൾ ലാസ്റ്റ് ദിവസം എനിക്ക് കൊണ്ടാക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ കൊണ്ടാക്കാൻ പോയിരുന്നു. അതുപോലെ ലാസ്റ്റ് ഡേ ഞാൻ കൊണ്ടാക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കെന്തോ നല്ല കോൾഡൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട. പിന്നെ അച്ഛനും അമ്മയുടെയും കൂടെയാണ് അവർ സ്ഥിരമായിട്ട് അവിടെ സ്കൂളിൽ പോയിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ലാസ്റ്റായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി മുതൽ അവർ ചിലപ്പോൾ സ്കൂൾ വണ്ടിയിലോ അങ്ങനെ ഒരിക്കലും പോകുന്നുണ്ടാവുക. അപ്പോൾ അവർക്കതൊരു മിസ്സിങ് ആവും. അവർക്ക് അവളെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഡേ അവളെ ഫോട്ടോയിലൊക്കെ കയറി ഞാൻ അവൾക്ക് ടാറ്റൊക്കെ കൊടുത്തത് പറഞ്ഞു വിടാനും. അങ്ങനെ അവളെ ലാസ്റ്റ് ദിവസം കൊണ്ടുവരാൻ ഞാൻ ചെല്ലണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൽ കുക്കൂസ് ലിസ്റ്റ്. അവിടെ ബെല്ലടിച്ചവർ ടീച്ചർ ബാഗും കൊണ്ട് വരാൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അവളുടെ ക്ലാസ് റൂമിൽ പ്രിക്കേജ് ക്ലാസ് ഇതാണ്. ഇപ്പോൾ അവിടെ നിന്ന് വിളിക്കണേ, അവിടെ നിന്ന് വരും. അവളെ കൊണ്ടുവരാം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഡോർ തുറക്കാൻ പോകുന്നുണ്ട്. കുറച്ച് നേരം എടുക്കും കേട്ടോ. അവർ നമ്മളെ പെട്ടെന്ന് വിടില്ല. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കിയിരിക്കും. സ്നാക്ക് ടൈമിലാണ് ഞാൻ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വരുന്ന ടീച്ചറാണ് നമ്മുടെ ദീപ ടീച്ചർ. അവളുടെ ഫേവറേറ്റ് ടീച്ചറാണ്. ഭയങ്കര എൻ്റെ കുട്ടീനെ ആദ്യമായിട്ട് എഴുതാൻ പഠിപ്പിച്ചത് നമ്മുടെ ടീച്ചറാണ്. ടീച്ചർ അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു.